എടാ പേടിത്തൊണ്ടൻ ട്രംപേ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നെ വന്ന് പിടിച്ചോടാ. ഞാനിവിടെ എന്റെ കൊട്ടാരത്തിൽ നിന്നെ കാത്തിരിക്കും. Aquí lo espero en Miraflores. No se tarde en llegar, cobarde. ഉച്ചിയിൽ ഗുളികൻ സാർ അങ്ങനെ കത്തിജ്വലിച്ച് നിന്ന നേരത്ത് തന്റെ പൗരന്മാരെ സാക്ഷികളാക്കിക്കൊണ്ടാണ് വെനസ്വേലയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള നിക്കോളാസ് മദുറോ അമേരിക്കയിലേക്ക് നോക്കി ട്രംപിനെ ഇങ്ങനെ വെല്ലുവിളിച്ച നാക്ക് വായിലിട്ട് അച്ചിയെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് മദുറോ ഉറങ്ങാൻ കിടന്നു. ഉണർന്നപ്പോൾ തലക്കൽ ട്രംപ് ഇരിപ്പുണ്ട്. കിടന്ന കിടപ്പിൽ കട്ടിലടക്കം പൊക്കിക്കൊണ്ടു പോകുന്ന കാര്യം മദുറോ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഗുഡ് മോർണിംഗിനൊപ്പം എന്റെ വെനസ്വേലയിലേക്ക് സ്വാഗതം എന്ന് ട്രംപിനെ നോക്കി സ്വല്പം പരിഭ്രമത്തോടെ മദുറോ ഉപചാര വചനം അങ്ങോട്ട് ചൊല്ലി. കൂടെ കിടന്ന അച്ചി ഉറക്കച്ചടവോടെ മദുറോയെ ഒന്ന് നുള്ളിയിട്ട് ചെവിയിൽ പറഞ്ഞു, പ്രാണനാഥ, കപ്പലിൽ കൊള്ളുമായിരുന്നുവെങ്കിൽ നമ്മുടെ കൊട്ടാരം കൂടി ഇവന്മാര് പൊക്കിക്കൊണ്ടു പോകുന്നതിനെ. കട്ടിലടക്കം നമ്മളിപ്പോൾ അമേരിക്കയിലാണ്. അതുകൊണ്ട് ഇവന്മാര് നമുക്ക് സ്വാഗതം ആശംസിക്കുന്നതാണ് അതിന്റെ ഒരു മര്യാദ. This was one of the most stunning, effective and powerful displays of American military might and competence. നിക്കോളാസ് മദുറോ സ്വന്തം അച്ചിയും കട്ടിലും അടക്കം ഇപ്പോൾ അമേരിക്കയുടെ തടവിലാണെന്ന് നമുക്കറിയാം. Don't let anybody claim it. Nobody deserves it but us. ഭൗമഗോളത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയ, സാമൂഹിക, യുദ്ധ നിരീക്ഷകന്മാർ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ സാധ്യതകൾ നാവുകൊണ്ട് പരതിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ, അവറ്റകളുടെ വായ പുറന്തുള്ളുന്ന നിരീക്ഷണ വിസർജ്യങ്ങൾ തിന്ന് ലോകമെമ്പാടുമുള്ള മനുഷ്യർ പരസ്പരം ചർച്ചിച്ചും വിശകലിച്ചും തർക്കിച്ചും അങ്ങനെ നേരം പൊക്കിക്കൊണ്ടുവരികന്നു. ക്രൂഡ് ഓയിൽ ഉന്നമിട്ടാണ് കട്ടിലടക്കം മദുറോയെ പൊക്കിയതെന്ന് ഒരു കൂട്ടം നിരീക്ഷകർ സമർത്ഥിക്കുമ്പോൾ ഭീകരവാദ സംഘടനകളോടുള്ള പ്രസിഡന്റിന്റെ സഹകരണമാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് കാരണമായതെന്ന് മറ്റൊരു നിരീക്ഷക സംഘം അഭിപ്രായപ്പെടുന്നു. മയക്കുമരുന്ന് വ്യാപാരമാണ് മദുറോയ്ക്ക് പാരയായതെന്ന് പറയുന്ന നിരീക്ഷക സംഘവും ഈ ലോകത്തുണ്ട്. കേരളത്തിന്റെ ഭാവി ബുദ്ധിജീവി എന്ന നിലയിൽ ഒരു പ്രമുഖ മലയാളം ചാനൽ അവരുടെ സ്വന്തം ചാർച്ചികനായി വളർത്തിക്കൊണ്ടുവരുന്ന ഒരു നിരീക്ഷക താരം പറയുന്നത് ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാം ലോക മഹായുദ്ധം ഒട്ടും തന്നെ സംഭവിക്കുകയില്ല എന്നാണ്. മൂന്നാം ലോക മഹായുദ്ധത്തിന് തിരികൊളുത്താൻ മാത്രമുള്ള വലിപ്പം ഈ നിക്കോളാസ് മദുറോയ്ക്കില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതോടെ പ്രബുദ്ധ കേരളം കണ്ടമാനം കണക്കിന് പ്രക്ഷുബ്ധമായി. ഉപജീവനത്തിന് ബസ് ഡ്രൈവറായി ജോലി നോക്കിയിരുന്നവരാണ് നിക്കോളാസ് മദുറോ. ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന ഒന്നാന്തരം സോഷ്യലിസ്റ്റുമായിരുന്നു അദ്ദേഹം. വെനസ്വേലയുടെ പ്രസിഡന്റിന്റെ പൂർവാശ്രമത്തിലെ തൊഴിലിനെയും ഒപ്പം അദ്ദേഹത്തിലെ സോഷ്യലിസ്റ്റിനെയും ചെറുതാക്കാനാണ് ഇത്തരമൊരു നിരീക്ഷണം കേരളത്തിന്റെ ഭാവി ബുദ്ധിജീവി നടത്തിയതെന്നാണ് പ്രബുദ്ധരുടെ പക്ഷം, അല്ലെങ്കിൽ അവരുടെ ആരോപണം അങ്ങനെയാണ്. ഈ മൂന്നാം ലോക മഹായുദ്ധത്തിന് നാന്ദി കുറിക്കാൻ വേണ്ടുന്ന എല്ലാ യോഗ്യതകളും തികഞ്ഞ ഒന്നാന്തരം വിപ്ലവകാരിയാണ് നിക്കോളാസ് മദുറോ. ലോകം ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിന് മടിക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കേരളം മുൻകൈ എടുത്തുകൊണ്ട് ലോകമഹായുദ്ധം തുടങ്ങണം. ഇതാണ് ഇന്നാട്ടിലെ പ്രബുദ്ധരുടെ ഐകകണ്ഠേനയുള്ള ഒരു അഭിപ്രായം. അന്തംകമ്മികൾ പന്തം കൊളുത്തി പ്രകടനം തുടങ്ങി എന്നുള്ള കാര്യം പോകൻ കണ്ടായിരുന്നു. ചെവിക്കൊണ്ടാൽ വിരണ്ട് രാജിവെച്ച് പോകുന്നത്ര ചീത്തയാണ് കമ്മികൾ ട്രംപിന് നേരെ തൊടുക്കുന്നതെന്ന് കേൾക്കുകയും ചെയ്തു. ആ ജെട്ടിക്കട്ട രാജു മന്ത്രിയും MLA യും ഒക്കെ ആയിരുന്ന നിയമസഭയൊന്ന് കഴുകി വൃത്തിയാക്കാൻ ഒരെണ്ണത്തിനും തോന്നുന്നില്ല. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവനും സ്വന്തം നാട്ടുകാർക്ക് പോലും വേണ്ടാത്തവനുമായിട്ടുള്ള നിക്കോളാസ് മദുറോ എന്ന പുരുഷ മർദ്ദയ്ക്ക് വേണ്ടിയാണ് പ്രബുദ്ധ കേരളീയർ പന്തം കത്തിക്കുന്നത്. പന്തത്തിൽ ഒഴിക്കാനുള്ള എണ്ണ പോലും അന്യസംസ്ഥാനത്ത് നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് കൂടുതൽ രസം. ഈ നാറികളെ കട്ടിലോടെ പൊക്കിക്കൊണ്ടുപോകാൻ ആരെങ്കിലും തയ്യാറാവാതെ കേരളം ഇനി രക്ഷപ്പെടില്ല എന്നതാണ് പോങ്ങന്റെ ഒരു നിരീക്ഷണം. ഗാസയിലെ ഒരു കുഞ്ഞു കരഞ്ഞാൽ അമ്മിഞ്ഞ കച്ചയഴിച്ച് മുലകൾ ഗാസ ലക്ഷ്യമാക്കി ചുരത്തുന്ന സുഡുദാസികളായിട്ടുള്ള കമ്മിണികളും അതേപോലെ ഹമാസനന്മാരുടെ കുണ്ടിക്ക് ഇസ്രായേൽ ഒന്ന് വെടികൊടുത്താൽ മലയാള മണ്ണിലേക്ക് ചോര ചീന്തുന്ന ചന്തിയുമായി വിലപിക്കുന്ന സുഡുദാസരായിട്ടുള്ള പ്രബുദ്ധരുമുള്ള കാലം ഈ നാട് സമാധാനത്തിൽ കഴിയാനേ പോകുന്നില്ല എന്ന് പറയുന്ന ഒരു അഭിപ്രായവും തീർച്ചയായിട്ടും ഈ പോങ്ങനുണ്ട്. ഈ നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നു അല്ലെ, ഒരൊറ്റ കണാപ്പനും അതിന്മേൽ ഒന്നിലേക്കും ഒരു ആശങ്കയും ചെലുത്തുന്നതായി കാണുന്നേയില്ല എന്നുള്ളതാണ് സത്യം. ആർക്കും ഒരു ആശങ്കയുമില്ല. നിക്കോളാസ് മദുറോയെ അമേരിക്ക പൊക്കിയത് വെനസ്വേല വഹിക്കുന്ന അസംസ്കൃത എണ്ണയുടെ അപാരമായിട്ടുള്ള ശേഖരം കണ്ടോ, മയക്കുമരുന്ന് വ്യാപാരത്തിൽ അരിശം കൊണ്ടോ, മദുറോയുടെ തീവ്രവാദ സംഘടനകളോടുള്ള അനുഭാവം കൊണ്ടോ ഒന്നുമല്ല. യഥാർത്ഥത്തിൽ ഈ നിക്കോളാസ് മദുറോ റഷ്യയും ചൈനയുമായി നടത്തുന്ന സൗഹൃദ സഹകരണങ്ങൾ കൊണ്ടും അതുപോലെ വെനസ്വേലയിൽ റഷ്യയുടെയും ചൈനയുടെയും സൈനിക താവളങ്ങൾ ഉണ്ടാവാനുള്ള നീക്കം മുന്നിൽ കണ്ടുമാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ട്രംപ് കച്ചവടക്കാരനാകുമ്പോൾ തന്നെ അദ്ദേഹം ഒന്നാന്തരം ദേശീയവാദി കൂടിയാണ്. ആ രാജ്യത്തിനും അവിടുത്തെ ജനങ്ങൾക്കും ദോഷം വരുന്ന കാര്യങ്ങളോട് മാത്രമല്ല, ദോഷം വരാൻ സാധ്യതയുള്ള സംഗതികൾ പോലും ദീർഘദൃഷ്ടിയോടെ മനസ്സിലാക്കി അതിനെതിരെ ട്രംപ് പ്രവർത്തിച്ചിരിക്കും. അത്തരമൊരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഈ പിടിച്ചോണ്ട് പോകുന്നതിന് തൊട്ട് മുന്നേ ചൈനയുടെ ഒരു ദൂതനുമായിട്ട് ഇദ്ദേഹം കാര്യമായ നിലയിൽ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്ത് വന്ന് കിടന്ന് ഉറക്കം പൂർത്തിയാക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഉറങ്ങിയത് വെനസ്വേലയിലാണെങ്കിൽ ഉണർന്നത് അമേരിക്കയിലായി പോയി. ഈ പ്യൂർട്ടോറിക്കോയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു റൂസ്വെൽറ്റ് റോഡ്സ് നേവൽ സ്റ്റേഷൻ
അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളമാണെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതായത് 1943 പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ആ ഒരു സൈനിക താവളം 2004 അതിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. എന്നാൽ 2 മാസം മുൻപ്, അതായത് 2025 നവംബർ മാസത്തിൽ അമേരിക്ക വീണ്ടും ആ സൈനിക താവളം വളരെ സജീവമാക്കിയിട്ടുണ്ട്. റഷ്യയും ചൈനയും വെനസ്വേലയിൽ സൈനിക താവളം ആരംഭിച്ചാൽ അത് അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുമെന്ന തിരിച്ചറിവിലാണ് ഈ നീക്കം നടന്നിരിക്കുന്നത്. അത് രാജ്യത്തെ സംരക്ഷിക്കുക, രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമാക്കുക എന്ന ഉന്നത്തോടുകൂടി ട്രംപ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഇവിടെയുള്ള കമ്മികൾക്ക് ദേശസ്നേഹം എന്താണ്, ദേശീയത എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കമ്മികൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അമേരിക്കയുടെ ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ എണ്ണയ്ക്കും മയക്കുമരുന്നിനും തീവ്രവാദത്തിനുമൊക്കെയുള്ള പങ്ക് അല്പം കുറവ് തന്നെയാണ്. ഇങ്ങനെ പറയുമ്പോൾ ആഗോള നിരീക്ഷകന്മാരുടെ അപഗ്രഥന ശേഷിയെ വില കുറച്ച് കാണുന്നതായി അവരുടെ ആരാധകർ കരുതുകയേ അരുത്. അതിന്റെ പേരിൽ പോങ്ങനോട് കെറുവിക്കുകയും അരുത്. ഈ അന്താരാഷ്ട്ര നിരീക്ഷക താരങ്ങളുടെ വാദത്തെ ഈ പോങ്ങൻ തള്ളിപ്പറഞ്ഞതല്ല. പൊതുവെ പോങ്ങന്റെ നാവ് കേരളത്തിന്റെ അതിരു കടന്ന് പോവാത്തതാണെന്ന് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാമല്ലേ. സസൂക്ഷ്മം വിശകലനം ചെയ്തും വളരെ കൃത്യതയോടെ അപഗ്രഥിച്ചും അന്താരാഷ്ട്ര കാര്യങ്ങളിൽ അഭിപ്രായം മൂട്ടിക്കാൻ യോഗ്യരായിട്ടുള്ള നിരീക്ഷകന്മാർ ഞങ്ങൾക്കുള്ളപ്പോൾ പോങ്ങൻ എന്തിനാണ് ഇത്തരം കാര്യങ്ങളിൽ വിയർക്കുന്നതെന്ന് ആരും ചോദിക്കുകയും അരുത്. ഉള്ളത് പറഞ്ഞാൽ ഇതെന്റെ അഭിപ്രായമല്ല. നിങ്ങൾക്കാർക്കും അറിയാത്ത ഒരു സത്യം ഞാൻ പറയാം. എന്നോട് ഇക്കാര്യം പറഞ്ഞത് നിക്കോളാസ് മദുറോയുടെ ഭാര്യയായിട്ടുള്ള സിലിയ ഫ്ലോറസ് ആണ്. സിലിയ ഫ്ലോറസ് ദീർഘകാലമായി സിലിയ ഫ്ലോറസും ഞാനുമായി വളരെ സവിശേഷമായിട്ടുള്ള ഒരു ബന്ധം സൂക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾക്കിടയിൽ മാത്രം, ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു ബന്ധം. കഴിഞ്ഞ കൊല്ലത്തെ ഒരു വാവുകാലത്ത് ഗാന്ധർവ സമ്പ്രദായത്തിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള ഒരു നയതന്ത്ര വീഴ്ചക്കിടയിൽ അവർ നടത്തിയ ഒരു ശീൽക്കാരത്തിൽ മുഴങ്ങിക്കേട്ടതാണ് ഈ സത്യം. സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇന്നാട്ടിലെ പ്രബുദ്ധരോട് ഒരൊറ്റ കാര്യമേ ഇപ്പോൾ അങ്ങനെ പറയാനുള്ളൂ. അമേരിക്കയുടെയും വെനസ്വേലയുടെയും ഒക്കെ കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ഇടപെടാൻ നിൽക്കുകയേ വേണ്ട. അവരുടെ കാര്യം അവർ വളരെ നന്നായി നോക്കിക്കോളും. സ്വന്തം കിടപ്പാടം നന്നാക്കിയിട്ട് അവരെന്റെ കവയ്ക്കട വൃത്തിയാക്കാൻ നടക്കുന്നതല്ലേ നല്ലത്. ട്രംപിനെ വിരട്ടാൻ കേരളത്തിൽ പന്തം കൊളുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യം നിങ്ങൾ ഈ കമ്മിക്കൂടൊന്ന് വൃത്തിയാക്കാൻ വേണ്ടുന്ന പരിശ്രമങ്ങൾ തുടങ്ങും. ദൈവങ്ങൾക്ക് പോലും ഉറക്കമില്ലാത്ത സ്ഥിതിയായി എന്നുള്ളതാണ് സത്യം, അല്ലേ? ഒന്ന് കണ്ണടച്ചാൽ കമ്മിക്കള്ളന്മാർ ഭഗവാന്റെ കിണ്ടിയും മൊന്തയും വരെ കക്കുമെന്ന ഭയത്തിലാണ് ഹൈന്ദവ ദൈവങ്ങൾ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നും പറ്റിയില്ലെങ്കിൽ ആ ഷഡ്ഡിമോഷ്ടാവായിട്ടുള്ള ആന്റണി രാജുവിനെ നോക്കി ഒന്ന് കൊഞ്ഞനം കുത്തുകയും ചെയ്യുന്ന നിങ്ങൾ ഒന്ന് കൊഞ്ഞനം കുത്ത്. അയാളെ ഒന്ന് നാണം വെച്ചേ. ശേ, അതൊന്നും ചെയ്യാതെ അമേരിക്ക കട്ടിലോടെ കട്ടുകൊണ്ടുപോയിട്ടുള്ള വെനസ്വേല പ്രസിഡന്റിനെയും അച്ചയെയും ഓർത്ത് ഇവിടെ നിങ്ങളിങ്ങനെ പന്തം കൊളുത്തി നിൽക്കുന്നത് നമ്മുടെ ഈ നാടിന് തന്നെ നാണക്കേടാണ്. ഞാൻ വളരെ ആത്മാർത്ഥമായി പറയുകയാണ്. മഹാമോശമാണ്. ഇത് നമ്മളെ ഒരു തരത്തിലും ബാധിക്കുന്ന വിഷയമേ അല്ല. നമുക്കിവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആലോചിക്കാനും ചർച്ച ചെയ്യാനും പരിഹരിക്കാനും ഒക്കെ. അതൊന്നും കാണാതെ ഈ വെനസ്വേല പ്രസിഡന്റിന്റെ പുറകെ നടക്കുക എന്ന് പറഞ്ഞാൽ അയാളൊരു സോഷ്യലിസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊരു നാണംകെട്ട പരിപാടിയാണിത്. എന്തൊരു മോശമാണ്. അയ്യേ മഹാമോശം വൃത്തികേട്. എന്റെ പൊന്നന്തംഗമികളെ, നാണക്കേടാണിത്, നാണക്കേട്. നിർത്തുന്നു. Aquí lo espera en Miraflores. No se tarde en llegar, cobarde.